കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരുമിച്ച് വീണ്ടും ഒരു പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. കോൺഗ്രസിന്റെ കൈപിടിച്ച് ഫാറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ്, ഒപ്പം CPM-ഉം പാന്തേഴ്സ് പാർട്ടിയും. കശ്മീരിലെ അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ തങ്ങൾ ഒരുമിച്ചാണെന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കശ്മീരിലെത്തുന്നതിന് തൊട്ടു മുൻപ് വരെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഫാറൂഖ് അബ്ദുള്ള. പക്ഷേ ശ്രീനഗറിലെ വീട്ടിലെത്തി രാഹുൽ ഫാറൂഖ് അബ്ദുള്ളയെ കണ്ടു, സംസാരിച്ചു. പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അങ്ങനെ 1987 ശേഷം ആദ്യമായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒന്നിച്ച് പോരാട്ടത്തിനിറങ്ങുന്നു. NC 51 സീറ്റിലും കോൺഗ്രസ് 32 സീറ്റിലും മത്സരിക്കും. 5 സീറ്റുകളിൽ ഇരു പാർട്ടികളും തമ്മിൽ സൗഹൃദ മത്സരം. CPM-ഉം പാന്തേഴ്സ് പാർട്ടിയും ഓരോ സീറ്റുകളിൽ വീതം മത്സരിക്കും. 90 സീറ്റുകളിലേക്കാണ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ PDP കശ്മീരിൽ സഖ്യത്തിലില്ല. കശ്മീരിലെ പ്രാദേശിക പാർട്ടികൾക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. തങ്ങളുടെ അസ്തിത്വം നിലനിർത്താനുള്ള ഒടുവിലത്തെ അംഗം. കോൺഗ്രസിനാകട്ടെ നഷ്ടപ്പെട്ട അടിത്തറ തിരിച്ചുപിടിക്കാനുള്ള അവസരവും. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലാണ് ജമ്മു കശ്മീരിൽ വോട്ടെടുപ്പ്. കശ്മീരിന്റെ രാഷ്ട്രീയ താഴ്വരയിൽ പടർന്നു പന്തലിക്കാൻ ഇന്ത്യ സഖ്യത്തിനാകുമോ എന്ന് കണ്ടറിയാം.